ഹായ്, എല്ലാവർക്കും ടോക്ക് വിത്ത് അഞ്ജൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്നത് ഞാൻ ഇന്നലെ പറഞ്ഞ ബംഗാളി സ്റ്റോറീൻ്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. അപ്പോൾ കഥ മുഴുവനായി കേട്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വേഗം തന്നെ കഥയിലേക്ക് പോകാമല്ലേ. അങ്ങനെ അയാൾ പണികൾ ചെയ്യാൻ തുടങ്ങി. മൂളിപ്പാട്ടൊക്കെ പാടി അടുക്കളയിൽ ചെറിയ ചെറിയ ജോലികൾ ചെയ്യുമ്പോഴാണ് അവളുടെ കണ്ണുകൾ വാതിലിലേക്ക് മറിഞ്ഞത്. അടുക്കള വാതിലിന് താഴെ വിയർത്തൊലിച്ച് കുളിച്ചു നിൽക്കുന്ന ജോലിക്കാരനെയാണ് അവൾ കാണുന്നത്. അവൾ കണ്ടെന്ന് മനസ്സിലായതും അവൻ മെല്ലെയൊന്ന് ചിരിച്ചു. താത്ത, കുടിക്കാൻ കുറച്ച് വെള്ളം വേണമായിരുന്നു, അവൻ പറഞ്ഞുകൊണ്ട് അവളെ തന്നെ നോക്കി നിന്നു. സൽമ വേഗം തന്നെ ഒരു ജഗ്ഗിൽ വെള്ളമെടുത്ത് വാതിൽക്ക് നിൽക്കുന്ന അവന് നേരെ നീട്ടി. ഹോ, ഒന്നും പറയണ്ട താത്ത, ജോലിയും വെയിലും കൂടി ആയപ്പോഴേക്കും ആകെ കുഴഞ്ഞുപോയി. അതാ കുടിക്കാൻ കുറച്ച് വെള്ളം ചോദിച്ചത്. അവളുടെ അടുത്തു നിന്നും വേഗം മാറാൻ താല്പര്യമില്ലാതെ അവൻ സൽമയോട് പറഞ്ഞു. ആ ശരിയാ, നല്ല വെയിലുണ്ട്, വേണമെങ്കിൽ കുറച്ചേരം മാറിയിരുന്നിട്ടൊക്കെ ചെയ്താൽ മതി കേട്ടോ, സൽമ പറഞ്ഞു. ഏയ്, അതൊന്നും കുഴപ്പമില്ല താത്ത, നമ്മുടെ ജോലിക്ക് എന്ത് വെയിൽ എന്ത് മഴ. അവൻ അതും പറഞ്ഞുകൊണ്ട് വെള്ളമായി തിരിയുമ്പോൾ അവളെ ഇടങ്ങന്നിട്ട് മെല്ലെന്ന് നോക്കാനും അവൻ മറന്നിരുന്നില്ല. ആകെ കുഴഞ്ഞു നിൽക്കുന്ന അവനെ കണ്ട് പാവം തോന്നിയ സൽമ മെല്ലെ താഴേക്ക് നോക്കുമ്പോഴാണ് ശരിക്കും അബദ്ധം പറ്റിയത് അവൾ അറിയുന്നത്. താനും അടുക്കളയുടെ ചൂടിൽ വിയർത്ത് കുളിച്ചിരുന്നു. വെറുതെ അല്ല അവൻ കണ്ണെടുക്കാതെ നോക്കിയത്. എന്നാലും അവൻ എന്നെക്കുറിച്ച് എന്ത് വിചാരിച്ചു കാണും? അവളുടെ മനസ്സിലേക്ക് പല പല ചിന്തകൾ കുമിഞ്ഞുകൂടി. അല്ലെങ്കിലും താൻ എന്തിനാ നാണിക്കുന്നത്? വെള്ളം കുടിക്കാൻ വന്നവന് കിട്ടിയത് ഡബിൾ ലോട്ടറി അല്ലേ. മെലിഞ്ഞിരുന്നാലും എന്താ, ആ നോട്ടം കണ്ടില്ലേ, ഇറച്ചിക്കടയിൽ പട്ടി വന്ന് കിടക്കുന്ന പോലെ. സൽമ അങ്ങനെ പിറുപിറുത്തുകൊണ്ട് അവളുടെ ജോലിയിൽ വീണ്ടും മുഴുകി. അവൾ അടുക്കളപ്പണി കഴിഞ്ഞ് ബെഡ്റൂമിലേക്ക് പോകുമ്പോൾ അവൻ പുറത്തെ വെയിലും കൊണ്ട് ജോലിയിൽ തന്നെയായിരുന്നു. കലപില സംസാരിക്കുന്നവനാണെങ്കിലും ജോലിയിൽ ആത്മാർത്ഥതയുണ്ട് എന്ന് പിറുപിറുത്തുകൊണ്ട് അവൾ അവനെ തന്നെ നോക്കി. പുറത്ത് വെയിലും കൊണ്ട് വിയർപ്പ് മൊഴുക്കി പണിയെടുക്കുകയാണെങ്കിലും വന്ന നാൾ മുതലേ ഇവളെ ഒന്ന് അടുത്ത് കാണണമെന്ന് കൊതിച്ച അവന് ലോട്ടറി തന്നെയായിരുന്നു ഈ ജോലി. മിക്കപ്പോഴും മകനെ സ്കൂളിൽ വിടാൻ റോഡിലിറങ്ങി നിൽക്കുമ്പോഴും വൈകിട്ട് സിറ്റ് ഔട്ടിലിറങ്ങി ഇരിക്കുമ്പോഴുമൊക്കെ ആരും കാണാതെ അവൻ അവളെ തന്നെ നോക്കുമായിരുന്നു. അങ്ങ് നാട്ടിൽ ജോലിക്ക് പോയ വീട്ടിലെ പെണ്ണിനെയും അവളുടെ അമ്മയ്ക്കും പണി കൊടുത്തപ്പോൾ അവളുടെ ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് നല്ല പൊതിരെ കിട്ടി. ആ നാണക്കേട് മാറാനാണ് ഇവിടെ ദൂരേക്ക് വന്നുള്ള ഈ ജോലി. എവിടെ പോയാലും വാ തോരാതെ കലവില സംസാരിക്കുന്ന ശീലമുള്ള അവൻ്റെ മുന്നിൽ ആരായാലും വീണുപോകും. അങ്ങനെ സമയം 4 മണി കഴിഞ്ഞു. സ്കൂളിൽ നിന്ന് വന്ന മകനെ വിളിക്കാനായി പോകുമ്പോഴും തിരികെ വരുമ്പോഴും അവൾ കാണാതെ അവൻ അവളെ നോക്കുന്നുണ്ടായിരുന്നു. താത്ത തിരിച്ചു വന്ന് അകത്ത് കയറി വാതിലൊക്കെ അടച്ചു. അവൻ പതിയെ ജഗ്ഗിലിരുന്ന് വെള്ളമെടുത്ത് കളഞ്ഞിട്ട് അവളെ ഒരു വട്ടം കൂടി അടുത്ത് കാണാൻ വേണ്ടി മെല്ലെ അടുക്കള വാതിൽക്കേക്ക് നടന്നു. എന്നാൽ അവൻ്റെ ഈ പ്രവൃത്തി സൽമ അടുക്കളയിലെ ജനലിൽ കൂടെ തന്നെ കണ്ടിരുന്നു. സ്കൂളിൽ നിന്ന് വന്ന മകന് ചായ എടുക്കാൻ കയറുമ്പോഴായിരുന്നു അവൻ വെള്ളമെടുത്ത് കളയുന്നത് അവൾ കണ്ടത്. താത്ത, നീട്ടിയുള്ള ആദ്യ വിളിയിൽ തന്നെ സൽമ ചാരിക്കിടന്ന വാതിൽ തുറന്നു നോക്കുമ്പോൾ മുന്നിൽ നിൽക്കുന്ന അവൻ്റെ കണ്ണുകൾ വിടരുന്നത് അവൾ കണ്ടു. ആ താത്ത, കുടിക്കാൻ കുറച്ച് വെള്ളം വേണമായിരുന്നു, അവൻ ചെറു ചിരി നൽകി പാത്രം കൊടുക്കുമ്പോൾ അവൻ്റെ ആ നോട്ടം ശരിക്കും ചൂളിപ്പോയിരുന്നു. ഇങ്ങനെ പോയാൽ നീ ദാഹിച്ച് വലയുമല്ലോടാ, അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് മുഖത്ത് ദേഷ്യമൊന്നും കാണിക്കാതെ വേഗം പാത്രം വാങ്ങി അകത്തേക്ക് നടന്നു. വെള്ളമെടുക്കുന്ന സമയത്ത് അവൾ പെട്ടെന്ന് താഴേക്ക് നോക്കി. തട്ടമിടാൻ അവൾ മറന്നിരിക്കുന്നു. ഹോ, നിനക്കിപ്പോഴും ലോട്ടറി ആണല്ലോടെ ചെറുക്ക, അവൾ പതിയെ പറഞ്ഞു. എന്നും പറഞ്ഞുകൊണ്ട് അവൾ വെള്ളമെടുത്ത് അവൻ്റെ നേരെ കൊടുക്കാനായി അവൻ്റെ അടുത്തേക്ക് വന്നു.
അവൾ പോലും അറിയാതെ അവളുടെ ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരിയും വിടർന്നിരുന്നു. വേഗം തന്നെ വെള്ളം വാങ്ങി ഒന്ന് സ്കാൻ ചെയ്ത് മനസ്സിൽ രൂപം പതിപ്പിച്ചിട്ടാണ് അവൻ തിരിച്ചു പോയത്. എന്നാലും ഇങ്ങനെയുണ്ടോ ഒരു നോട്ടം? അല്ലെങ്കിൽ തന്നെ ആർക്കു വേണ്ടിയാ ഇതൊക്കെ കെട്ടിപ്പൊതിഞ്ഞു വെച്ചിരിക്കുന്നത്? എന്തായാലും ആ പഴയ വീറും വാശിയൊന്നും എൻ്റെ കെട്ടിയോന് ഇപ്പോഴില്ല. ഇപ്പോൾ മുഴുവൻ സമയം ക്യാഷ് ഉണ്ടാക്കണം എന്ന ചിന്ത മാത്രമേ ഉള്ളൂ. സൽമ നിരാശയോടെ സ്വയം പറഞ്ഞുകൊണ്ട് മകന് ചായ കൊടുക്കാനായി പോയി. അവനാണെങ്കിൽ സൽമ പറഞ്ഞതുപോലെ ലോട്ടറി അടിച്ച ഫീലായിരുന്നു. അങ്ങനെ ജോലിയൊക്കെ തീർത്ത് വേഗം മുറിയിലേക്ക് പോകാനുള്ള വെപ്രാളത്തിലായിരുന്നു. 5:30 ആയപ്പോൾ തന്നെ ഇന്നത്തെ പണി തീർത്ത് സാധനങ്ങളൊക്കെ പുറത്ത് തന്നെ ഒതുക്കി വെക്കുമ്പോൾ സൽമ മുൻവാതിൽ തുറന്ന് പുറത്തേക്ക് വന്നിരുന്നു. അവനെ കണ്ടതും അവളായിരുന്നു ആദ്യം ചിരിച്ചത്. കയ്യിൽ ചുരുട്ടിപ്പിടിച്ച ശമ്പളം കൊടുക്കുമ്പോൾ അവൻ മെല്ലെയൊന്ന് ചിരിച്ചു. കയ്യിൽ കുട്ടിയുള്ള കാരണം സ്കാൻ ചെയ്യാനൊന്നും പറ്റിയില്ലെങ്കിലും താത്തയുടെ തൃപ്തിയോടുള്ള ചിരി അവൻ്റെ മനസ്സ് നിറച്ചു. എല്ലാം കാട് പിടിച്ച് കിടക്കായിരുന്ന താത്ത. 3-4 ദിവസമെങ്കിലും എടുക്കും ഇതൊന്ന് വെട്ടി വൃത്തിയാക്കാൻ, അവൻ സൽമയോട് പറഞ്ഞു. സമയം എടുത്താലും വേണ്ടില്ല, ഇതുപോലെ തന്നെ വൃത്തിക്ക് ചെയ്താൽ മതി. പിന്നെ നാളെ വരില്ലേ? സൽമ ചോദിച്ചു. വരും താത്ത. പിന്നെ പണിസാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിരിക്കുക, ഞാൻ രാവിലെ വന്ന് തുടങ്ങിയേക്കാം, അവൻ പറഞ്ഞുകൊണ്ട് മെല്ലെ നടന്ന് നീങ്ങി. ജോലി ചെയ്ത് ക്ഷീണിച്ച് നടന്നു നീങ്ങുന്ന അവനെയൊന്ന് നോക്കിയിട്ട് അവളും അകത്തേക്ക് കയറി. സമയം രാത്രി 10 മണിയാകുന്നു. രാത്രി കെട്ടിയോൻ ഷാജിയുടെ വിളിയും കാത്തിരുന്ന സൽമ കുട്ടികളെയും ഉറക്കിക്കിടത്തി യൂട്യൂബിലെ വീഡിയോസ് കണ്ടിരിക്കുമ്പോഴാണ് ഇക്കയുടെ വിളി എത്തിയത്. ഇക്ക, ഇത്ര സമയം എന്തെടുക്കായിരുന്നു? എത്ര സമയമായി ഞാൻ കാത്തിരിക്കുന്നു? സൽമ ചെറിയ നീരസം പ്രകടമാക്കി ചോദിച്ചു. കഴിക്കാനുള്ളത് ഇപ്പോഴടിമോളെ വന്നത്, അതാ താമസിച്ചത്. അവളുടെ ദേഷ്യം അടക്കാനായി അയാൾ കുറച്ച് പയങ്കിളിയായി. മക്കളൊക്കെ ഉറങ്ങിയോ? ഇക്ക, 2 പേരെയും ഇപ്പോൾ ഉറക്കി കിടത്തിയിട്ടേ ഉള്ളൂ. ഇക്കക്കായി ഞാൻ കാത്തിരിക്കായിരുന്നു ഇവിടെ. അതെനിക്കറിയില്ലേടി, ഞാനും എൻ്റെ മുഞ്ചത്തിക്ക് വേണ്ടിയല്ലേ ജീവിക്കുന്നത് തന്നെ. ജീവിക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷെ ഇവിടെ ഒരാൾ പട്ടിണിയാണെന്ന് നിങ്ങൾ മറക്കണ്ട, അവൾ അയാളോട് പറഞ്ഞു. അതിനൊക്കെ ഇനിയും സമയം കിടക്കുമല്ലേടി, അയാൾ അവളോട് പറഞ്ഞു. അല്ലെങ്കിലും ഇക്കാക്ക് ക്യാഷ് മതിയല്ലോ, സൽമ പറഞ്ഞു. ഇനി കൂടുതൽ സംസാരിച്ചാൽ അവൾ വഴക്കിടുമെന്നറിയാവുന്ന ഷാജി വേഗം തന്നെ ആ വിഷയത്തിൽ നിന്ന് തന്നെ തെന്നി മാറിയിരുന്നു. എടി സൽമ, വീടും പരിസരമൊക്കെ വൃത്തിയാക്കാൻ നിന്റെ വാപ്പ ആളിനെ ഏൽപ്പിച്ചിട്ട് അയാൾ വന്നിരുന്നോ? തൻ്റെ സങ്കടം പറഞ്ഞതിൽ നിന്നും പിന്മാറിയതാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അവൾ ഇരുത്തിയൊന്ന് മൂളി. മലയാളിയാണോ ബംഗാളിയാണോ? ബംഗാളിയാണിക്ക, നമ്മുടെ കടയുടെ മേലെയാണ് താമസിക്കുന്നത്. അതേതായാലും കാര്യമായി. മലയാളികൾ വല്ലതും ആണെങ്കിൽ നിന്റെ പിറകിൽ നിന്നും മാറില്ലല്ലോ, അത്രയ്ക്ക് സുന്ദരിയല്ലേ എൻ്റെ പെണ്ണ്. കൂടുതൽ പൊക്കല്ലേ, ഇക്കാക്ക് പണ്ടേ ഉള്ളതാണ് ഈ കള്ളസ്നേഹം. അതല്ലെങ്കിലും നീ അങ്ങനെ പറയൂ. ഞാൻ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടിയാണ്. പിന്നെ സുന്ദരിയാണെന്ന് പൊക്കി പറയേണ്ട കാര്യമില്ലല്ലോ. എൻ്റെ സൽമ, നിന്നെപ്പോലൊരു സുന്ദരി പെണ്ണ് നമ്മുടെ കുടുംബത്തിൽ കാണുമോടി? ഷാജിയുടെ ആ സംസാരത്തിൽ വീണുപോയ സൽമ വീണ്ടും അവളുടെ ചുണ്ടിൽ പുഞ്ചിരി വിടർത്തി. ബംഗാളിയാണെങ്കിലും ആളത്ര പാവമൊന്നുമല്ല. സൽമ മലയാളിയാണെന്ന് പറയാതെ കെട്ടുവിൻ്റെ വായിൽ നിന്നും വീഴുന്നത് കേൾക്കാൻ തമാശ പോലെ പറഞ്ഞു. അല്ലേലും നിന്നെ കണ്ട ആർക്കാ ഇഷ്ടപ്പെടാത്തത്? സൗന്ദര്യം ഒഴുകല്ലേ ഈ മൊഞ്ചത്തിയുടെ. ബംഗാളിയെ കാണിക്കാൻ എന്തൊരു സ്നേഹ എൻ്റെ കെട്ടിയോന്, അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ബംഗാളിയും മനുഷ്യനല്ലേടി, അയാൾ പറഞ്ഞു. വല്ലാത്ത ബംഗാളി സ്നേഹം തന്നെ. അപ്പോൾ ഈ കഥയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ വീടൊന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതിൻ്റെ 3rd പാർട്ട് അത് കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ 3rd പാർട്ട് എന്ന് പറഞ്ഞ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ
പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും കാത്തിരിക്കുക.